പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടുകൂടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുകത്തിന് നിങ്ങൾ വിധേയരാവരുത്. ഓരോ വ്യക്തികളെയും ദൈവം സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇനിയും പഴയ ജീവിതത്തിലേക്ക് പോകരുത്. അടിമത്തത്തിന്റെ നുകത്തിന് നിങ്ങൾ വിധേയരാവരുത്. 2025 ജൂബിലി വർഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. പ്രത്യാശയുടെ കവാടങ്ങൾ എവിടെയും തുറക്കപ്പെട്ടു. ഈ പുതുവർഷത്തിൽ പുത്തനായിട്ട് നമുക്ക് എന്താണ് ഉള്ളത്? നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവരുടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ പുത്തനാണ്ടിൽ പുത്തനായിട്ട് നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ ഭവനത്തിലേക്ക് നോക്കി, എന്താണ് പുത്തനായിട്ടുള്ളത്? പഴയ വീട് അതുപോലെ തന്നെ ഇരിക്കുന്നു, പെയിന്റ് അടിച്ചു കാണുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസിനോട് ചേർന്ന് ചില വസ്ത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും. നമ്മുടെ മക്കൾക്ക് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ? ഒരു വ്യത്യാസം വന്നിട്ടില്ല, പഴയ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ജീവിത പങ്കാളി 2024 നിന്ന് 2025 പ്രവേശിച്ചപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും 2024 2025 പ്രവേശിച്ചപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ടോ? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്നാൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, എവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടത്? വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, മകനെ, യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി സംഭരിക്കുവിൻ. നമ്മൾ ശക്തി സംഭരിക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന്. എങ്കിൽ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എവിടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാവുക? അത് നമ്മുടെ ഹൃദയത്തിലാണ് മാറ്റമുണ്ടാവുക, നമ്മുടെ കാഴ്ചപ്പാടിലാണ് മാറ്റമുണ്ടാവുക, നമ്മുടെ പ്രവർത്തികളിലാണ് മാറ്റമുണ്ടാവുക. 2025 ആകെ പുത്തനായിട്ട് നമ്മൾ കാണുന്നത് എന്താ? നമ്മുടെ വീടിൻ്റെ ചുമരിലേക്ക് നോക്കിക്കഴിയുമ്പോൾ 2025 ഒരു പുതിയ കലണ്ടർ മാത്രമേ പുത്തനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പഴയത് തന്നെ. പക്ഷെ മാറ്റമുണ്ടാകണം. എവിടെയാണ് മാറ്റമുണ്ടാകേണ്ടത്? എൻ്റെ ഹൃദയത്തിലാണ് മാറ്റമുണ്ടാകേണ്ടത്. എൻ്റെ കാഴ്ചപ്പാടിലാണ് മാറ്റമുണ്ടാകേണ്ടത്. എൻ്റെ പ്രവൃത്തികളിലാണ് മാറ്റമുണ്ടാകേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി സംഭരിക്കുവിൻ. യേശു ക്രിസ്തുവിൻ്റെ കൃപാവരം എന്നിലേക്ക് ചൊരിയപ്പെടുമ്പോൾ ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാൻ സാധിക്കണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക? യേശു ക്രിസ്തുവിൻ്റെ കൃപാവരം നമ്മൾ നിറയ്ക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, അടുത്തടുത്തുള്ള കുമ്പസാരം. കുമ്പസാരത്തിന് ദൈർഘ്യം കൂടുമ്പോൾ പാപത്തിന്റെ കനം കൂടും. എത്രമാത്രം അടുത്തടുത്ത് കുമ്പസാരിക്കുന്നുവോ അത്രമാത്രം കൃപയിൽ വളരാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അടുത്തടുത്തുള്ള കുമ്പസാരങ്ങൾ നടക്കുമ്പോൾ അത്രയും നമ്മുടെ ആത്മാവ് വിശുദ്ധമായിരിക്കുക, മനോഹരമായി തീരുക. ഇങ്ങനെയൊന്ന് ചിന്തിക്കുക. പുത്തൻ വസ്ത്രമൊക്കെ ഇട്ട് രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നേക്കാൾ മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇഡ്ഡലി സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഈ സാമ്പാറുണ്ടല്ലോ, സാമ്പാർ എടുക്കുന്ന സമയത്ത് സാമ്പാർ നമ്മുടെ ഡ്രസ്സിലേക്ക് 1 തുള്ളി 2 തുള്ളി അത് തെറിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമമുണ്ട്. കാരണം എന്താ? ഇന്ന് എടുത്തിട്ടേ ഉള്ളൂ, തേച്ച് മിനുക്കി ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് 2 തുള്ളി സാമ്പാർ നമ്മുടെ ദേഹത്ത് വീണ് കഴിയുമ്പോൾ നമുക്ക് വേദനയുണ്ട്. ഇതുപോലെ തന്നെ പാപത്തിന്റെ കാര്യവും. അടുത്തടുത്ത് കുമ്പസാരിക്കുന്നുവോ അത്രയും കൃപയിൽ നമ്മൾ വളരും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. നമ്മുടെ പാപത്തെ ഓർത്ത്, തെറ്റിനെ ഓർത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുണ്ട്. എന്നാൽ ഈ പാപ കനം കൂടുന്നു എന്നതനുസരിച്ച് നമ്മുടെ ഹൃദയം കഠിനമായി തീരുക. അതുകൊണ്ട് തന്നെ ഞാൻ 2 ആഴ്ചയായി ഈ ഡ്രസ്സ് ഇട്ട് നടക്കുന്നു. ഈ ഡ്രസ്സിൻ്റെ മേലാണ് സാമ്പാർ വീഴുന്നത്. ആ സാമ്പാർ എൻ്റെ തലയിൽ കൂടെ ഒഴിച്ചാലും എനിക്ക് വിഷമമില്ല. കാരണം എന്താ? 2 ആഴ്ചയായി, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ തന്നെ പാപത്തിൻ്റെ കാര്യം. പാപം എത്ര അടുത്തടുത്ത് കുമ്പസാരിക്കുന്നുവോ അത്രയും കൃപയിൽ വളരാൻ സാധിക്കും. പാപത്തിൻ്റെ ദൈർഘ്യം കൂടുന്തോറും നമ്മുടെ ഹൃദയം കഠിനമായി തീരും. പാപബോധമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പോൾ 2025 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്,
അടുത്തടുത്തുള്ള കുമ്പസാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. നമ്മൾ കാണുകയാണ് വചനം, പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. വചനം പറയുന്നു, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്. കർത്തകോപം സാവധാനമേ വരും. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. വീണ്ടും വചനം പറയുകയാണ്, കർത്താവിലേക്ക് തിരിയാൻ നിങ്ങൾ വൈകരുത്. നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുകയും അരുത്. പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ട്, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് പറ്റി? അവരും വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നു, അവരും ജീവിക്കുന്നു. ഞാൻ പാപം ചെയ്ത് ലോകത്തിന്റെ ലൗകികതയുടെ പിന്നാലെയൊക്കെ പോയി ഞാൻ ജീവിക്കുക, എനിക്ക് എന്താ പറ്റിയേ? ചില വ്യക്തികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത. എന്നാൽ അവിടെ വചനം പറയുക, ദൈവത്തിന്റെ ക്രോധം സാവധാനമേ വരൂ. ദൈവം ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. കർത്താവിലേക്ക് തിരിയാൻ നാളെ നാളെ എന്ന് പറഞ്ഞ് നീ നീക്കി വെക്കരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അടുത്തടുത്തുള്ള കുമ്പസാരം അത്രയും കൃപയിൽ വളരാൻ സാധിക്കുന്ന മേഖലയാണ് എന്ന് തിരിച്ചറിയുക. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് പറയുന്ന, എല്ലാ വെള്ളിയാഴ്ചകളെയും കുമ്പസാരിച്ചിരുന്നു. മദർ തെരേസ എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരിച്ചിരുന്നു. എത്ര അടുത്ത് കുമ്പസാരിക്കുന്നുവോ അത്രയും കൃപ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 1-ാം തിരുവചനം, മകരേ, യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി സംഭരിക്കുവിൻ. വീണ്ടും കർത്താവിന്റെ വചനം പറയുകയാണ്, സുഭാഷിത പുസ്തകം 28-ാം അധ്യായം 13-ാം തിരുവചനം. ഇവിടെ നാം കാണുക, പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, എന്നാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് അവിടുത്തെ കരുണ ലഭിക്കും. പല വ്യക്തികളും പല പാപങ്ങളും മറച്ചു വെച്ച് കുമ്പസാരിക്കുന്നു. ആ വ്യക്തിയെ കുറിച്ച് പറയുക, ഐശ്വര്യമുണ്ടാവുകയില്ല. ഏതെങ്കിലും പാപം മറച്ചു വെച്ച് കുമ്പസാരിക്കുന്ന അതിനെ എന്തെന്നാ പറയുക? കള്ളക്കുമ്പസാരം. നമ്മൾ കുമ്പസാരിച്ചു, ചടങ്ങ് നടത്തിയിട്ടുണ്ട്, പക്ഷെ ആ വ്യക്തിയെ കുറിച്ച് വചനം പറയുന്നു, ഐശ്വര്യമുണ്ടാവുകയില്ല. എന്നാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അത് പരിത്യജിക്കണം, ഉപേക്ഷിക്കണം, അവന് ദൈവത്തിന്റെ കരുണ വർഷിക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, കൃപാവരം നിറഞ്ഞ ഒരു ജീവിതം, കൃപാവരം നിറഞ്ഞ വർഷമുണ്ടാകണമോ, അടുത്തടുത്തുള്ള കുമ്പസാരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഞാൻ ഓർക്കുക, 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വരുന്ന ഒരു കുടുംബം, അപ്പൻ, അമ്മ, 2 മക്കളാണ്. ഈ അപ്പനും അമ്മയും 2 മക്കൾ ഡോക്ടർ ലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ അപ്പൻ ആദ്യം കുമ്പസാരിക്കാൻ വേണ്ടി കുമ്പസാരക്കൂട്ടിലേക്ക് വരും. ഈ സമയത്ത് അപ്പൻ്റെ കയ്യിൽ ഒരു തുണ്ടുകടലാസിരിക്കുന്നുണ്ട്. 2 ആഴ്ച തൻ്റെ ജീവിതത്തിൽ വന്നുപോയ, ചിന്തയിൽ വന്നുപോയ, വാക്കുകളിൽ വന്നുപോയ, പ്രവൃത്തികൾ വന്നുപോയ ഓരോ പാപങ്ങൾ എഴുതിക്കൊണ്ട് വന്ന് ഈ അപ്പൻ കുമ്പസാരിക്കുക. ഇതിനുശേഷം അമ്മ വരുന്നുണ്ട്. ഇതേപോലെ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, 2 ആഴ്ച എൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ മുഴുവൻ. വീട് കാണാൻ സാധിക്കും, ഈ 2 മക്കളും ഇതേപോലെ തന്നെ എഴുതിക്കൊണ്ട് വന്ന് കുമ്പസാരിച്ചു പോകുന്ന കുടുംബം. ഒരു കുടുംബം കണ്ടോ, ഒരുമിച്ച് യേശു ക്രിസ്തുവിനെ കൃപാവരം സ്വീകരിക്കുന്നേ, ആ കൃപാവരത്തിൽ ശക്തി സംഭരിക്കുന്നേ. നമ്മുടെ കുടുംബങ്ങൾ കൃപാവരത്തിൽ ശക്തി സംഭരിക്കണോ, അടുത്തടുത്തുള്ള കുമ്പസാരം. എത്ര അടുത്ത് കുമ്പസാരിക്കുന്നുവോ അത്രയും കൃപ നിറയും. രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരികയാണ് വിശുദ്ധ കുർബാന. 2025 വർഷം നമ്മൾ ഓരോരുത്തരും ഒരു വിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഏതൊക്കെ വ്യക്തികൾ ഇരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ചൂടുപിടിക്കുന്നത് കാണാൻ സാധിക്കും. സൂര്യന്റെ താഴെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ധ്യാനത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛാ കറുത്തു പോകുക അച്ഛാ. എന്നാൽ സൂര്യന്റെ താഴെ നാം നിന്ന് കഴിയുമ്പോൾ സൂര്യനിൽ ശക്തി സംഭരിക്കും, ചൂട് നമുക്ക് കിട്ടും. ഇതേപോലെ തന്നെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ദിവ്യകാരുണ്യത്തെ ചൂട് പിടിക്കണമേ. മദർ തെരേസയുടെ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നു, ഇത്രയും ലോകത്തിൽ ശക്തിയുള്ള സ്ത്രീ അമ്മയാ. അപ്പൊ മദർ തെരേസ പറയും, ഞാനോ?
എനിക്ക് എന്ത് ശക്തിയാ, എന്ത് കഴിവാ. ആ സമയത്ത് പത്രക്കാർ പറഞ്ഞു, അമ്മേ, അമ്മയ്ക്കല്ലേ ഈ ലോകത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് വിളിക്കാൻ പറ്റിയ, റഷ്യൻ പ്രസിഡന്റിനെ നേരിട്ട് വിളിക്കാൻ പറ്റിയ, മാർപ്പാപ്പയെ നേരിട്ട് വിളിക്കാൻ പറ്റിയ, ഇത് അമ്മയ്ക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. ആ സമയത്ത് എന്താണ് ഈ ശക്തിയുടെ രഹസ്യമെന്ന് മദർ തെരേസയോട് ചോദിക്കുക. മദർ തെരേസ അതിന് കൊടുത്ത ഉത്തരം ഇങ്ങനെയാ: ഓരോ ദിവസവും പുലർച്ചെ 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. 4:30 മണിയാവുമ്പോൾ എൻ്റെ കോൺവെന്റിന്റെ കൊച്ചു ചാപ്പലിലേക്ക് ഞാൻ കടന്നു വരും. അവിടെ ഞാൻ കാണുക പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന മുമ്പിൽ ഞാൻ മുട്ടുകുത്തി ഈ ദിവ്യ കാഠിന്യത്തിൽ ശക്തി സംഭരിക്കുക. എന്റെ ശക്തി കേന്ദ്രം മറ്റൊന്നുമല്ല, മറിച്ച് പരിശുദ്ധ കുർബാനയ. ഈ ദിവ്യകാര്യത്തിൽ ശക്തി സംഭരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഞാൻ ഇറങ്ങിയ ജീവകാരുണ്യത്തിലേക്ക്. ആരാരുമില്ലാത്ത മക്കളിലേക്ക് കാണുമ്പോൾ അവരെ യേശുവിനെ എനിക്ക് കാണാൻ സാധിക്കുന്നു. അനാഥരായ മക്കളെ കാണുമ്പോൾ അവർക്കൊരു അമ്മയാവാൻ എനിക്ക് സാധിക്കുന്നു. ഇതിന്റെ കാരണം, ഇതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല, മറിച്ച് പരിശുദ്ധ കുർബാനയ. വീണ്ടും മദർ തെരേസ പറയുക, വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എൻ്റെ ശക്തി എല്ലാം ചോർന്നു പോയിട്ടുണ്ടാവും. വീണ്ടും ഞാൻ ഈ ദിവ്യ കാഠിന്യത്തിന് മുമ്പിൽ വന്ന് ദിവ്യ കാഠിന്യത്തിൽ ശക്തി സംഭരിക്കുക. ഇതാണ് എൻ്റെ ശക്തി, ഇതാണ് എൻ്റെ രഹസ്യം. നമ്മൾ വചനം കാണുക, യോഹന്നാൻ ശ്രീ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 27-ാം തിരുവചനം: യേശു ക്രിസ്തുവിൽ നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ഈ അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൽ നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ഈ അഭിഷേകം നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. ദിവ്യ കാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ അഭിഷേകം നമുക്ക് ലഭിക്കുക, ശക്തി ലഭിക്കുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ്, പോകേണ്ട വഴി ഏതാണ്, പോകരുതാത്ത വഴി ഏതാണ്? പരിശുദ്ധ കുർബാന നമ്മെ നയിക്കട്ടെ. അതുകൊണ്ട് തന്നെ 2025 വർഷം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ കൃപ നിറയ്ക്കണം. എങ്ങനെയാ? പരിശുദ്ധ കുർബാനയിൽ നിന്ന് കൃപ, ദിവ്യ കാഠിന്യത്തിലുള്ള കൃപ. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഏതൊക്കെ പ്രതിസന്ധികളുണ്ടോ, അതിനുള്ള ഏക പരിഹാരമാണ് പരിശുദ്ധ കുർബാന. ഈ ബോധ്യം ഉണ്ടാവണം മക്കളെ. പരിശുദ്ധ കുർബാന നീ അനുഭവിക്കുന്ന ഏതൊക്കെ പ്രശ്നമാണോ, അതൊക്കെ ആ പ്രശ്നങ്ങൾ അടിയുന്നത് ദിവ്യ കാഠിന്യത്തിന് മുമ്പിലേക്ക് വന്നാൽ മതി. അവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല, അവിടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ സ്വീകരിക്കുന്നത് എന്താ? നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ജീവനും ദൈവത്വവും എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ശരീരം, രക്തം, ആത്മാവ്, ജീവൻ, ദൈവത്വം എൻ്റെ ഉള്ളിലേക്ക് വരിക. ഇതാണ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിക്കുന്നത്. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ചാവറ പിതാവ് പറയുന്നുണ്ട്, ദിവസവും എല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ ഒരു കുടുംബത്തിൽ പോയി പങ്കെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. എങ്കിലും ഒരാളെങ്കിലും ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നിന്റെ കുടുംബത്തിൽ നിന്ന് പോകട്ടെ. കാരണം എന്താ? ഈ വ്യക്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കുടുംബത്തിലേക്ക് വരുമ്പോൾ ഈശോയെ കൊണ്ടാണ് വരുന്നത്. ആ കുടുംബത്തിലെ ഈശോയുടെ പ്രകാശ, ഈശോയല്ലേ വരുന്നേ. നമ്മൾ ഓർക്കണം, അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു, ഇതിനുശേഷം ബാക്കി വന്ന വിശുദ്ധ കുർബാന നമ്മൾ എവിടെ സൂക്ഷിച്ചു വെക്കുക? സക്രാരിയിൽ സൂക്ഷിച്ചു വെക്കുന്നു. എപ്പോഴെങ്കിലും നമ്മൾ ദേവാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആചാരം ചെയ്യുന്നുണ്ട്, ശിരസ്സ വയ്ക്കുന്നുണ്ട്. കാരണം എന്താ? പരിശുദ്ധ കുർബാന ഈ സക്രാരിയിലുള്ളത് കൊണ്ട്. എന്നാൽ ഈ സക്രാരിയിൽ വെച്ചിരിക്കുന്ന അതേ ഈശോയെ തന്നെയല്ലേ നീ പരിശുദ്ധ കുർബാനയിൽ ഇന്ന് നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നേ? എങ്കിൽ നീ ആരാ? ഈ ഈശോ നിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുക.
നിന്റെ ശരീരം ഈശോ വസിക്കുന്ന സക്രാരിയ. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയ. നിന്റെ ഹൃദയം ഈശോ വസിക്കുന്ന സക്രാരിയ. ഈ ബോധ്യം ഉണ്ടാവണം നമുക്ക്. അപ്പൊ കൃപാവരം നിറഞ്ഞ ജീവിതം 2025 നമുക്കുണ്ടാവണോ? യേശു ക്രിസ്തുവിൽ ഈ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായൊരു കുടുംബ ജീവിതം, വ്യക്തിപരമായ ജീവിതം നമുക്കുണ്ടാകണം. മൂന്നാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്, കൃപ നിറഞ്ഞ ജീവിതം വേണോ? ദൈവവചനത്തിന് വില കൊടുക്കണം. ദൈവവചനത്തെ സ്നേഹിക്കാനും ദൈവവചനത്തെ പഠിക്കുവാനും ദൈവവചനത്തെ ധ്യാനിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. ഏതൊക്കെ വ്യക്തികളാണോ ദൈവവചനത്തിന് വില കൊടുത്തിരിക്കുന്നത്, ആ വ്യക്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുക. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം തിരുവചനം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുന്നുവെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതരാക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ ദൈവവചനം ഉണ്ടല്ലോ, ദൈവം നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്ന ഈ വചനം സൂക്ഷ്മതയോടെ നീ പാലിക്കുന്നുവെങ്കിൽ ഭൂമിയിലെ എല്ലാ ജനതകളെക്കാളും നിന്നെ ഉന്നതനാക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിലൂടെ പറയുക. ഉന്നതമായൊരു ജീവിതം, മഹത്വപൂർണമായ ജീവിതം നയിക്കണം. ഈ ദൈവവചനത്തെ വില കൊടുക്കുക, ഈ ദൈവവചനം വായിക്കുക, ഈ ദൈവവചനം പഠിക്കുക, ഈ ദൈവവചനം ധ്യാനിക്കുക, ഈ ദൈവവചനം ജീവിക്കുക. വീണ്ടും വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം പറയുകയാണ്, ഈ പ്രവചനത്തിന്റെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതൻ. എന്തൊക്കെയാ ചെയ്യേണ്ടേ? ഈ പ്രവചനത്തിലെ ഓരോ വാക്കുകളും വായിക്കുകയും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതൻ. അപ്പൊ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കണോ? ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ദൈവവചനം വായിക്കുക, ദൈവവചനം കേൾക്കുക, ദൈവവചനം വായിക്കുക, ദൈവവചനം കേൾക്കുക, അത് പാലിക്കുക. ഇപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ പാലിക്കണം. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരിക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, രോഗികളായ മക്കളുണ്ട്. ഈ രോഗികളായ മക്കൾ വചനം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരിലേക്ക് സൗഖ്യം വ്യാപരിക്കുക. അതല്ലേ വചനം പറയുന്നത്? ജ്ഞാനോത്തര പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം. മരുന്നോ ലേപനോ ഔഷധവുമല്ല, കർത്താവിന്റെ വചനമാണ് അവിടുന്ന് സൗഖ്യം തരുന്നത്. 107-ാം സങ്കീർത്തനം 20-ാം തിരുവചനം പറയുന്നു, അവിടുത്തെ വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കള് പ്രാർത്ഥിച്ചോ വചനം പറഞ്ഞുകൊണ്ട്. കാരണം ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനം എനിക്ക് അയച്ചു തരണമേ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനം പറയുക, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കും. വചനം വായിക്കും പരിശുദ്ധാത്മാവ് നിറയും, വചനം വായിക്കും അഭിഷേകം നിറയും, വചനം വായിക്കും രോഗികൾ സൗഖ്യം പ്രാപിക്കും, വചനം വായിച്ചു കഴിഞ്ഞാൽ തിന്മയുടെ ശക്തികൾ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് 2025 വർഷം ഈ പുസ്തകം അടഞ്ഞിരിക്കാനുള്ളതല്ല, ഇത് തുറക്കപ്പെടണം. ദിവസവും 20 മിനിറ്റെങ്കിലും വചനം വായിക്കുവാനും ആ വചനം ഒന്ന് ധ്യാനിക്കുവാനും ആ വചനം ജീവിക്കുവാനും വേണ്ടി നമ്മളത് സമയം ചെലവഴിച്ചു. നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കൃപാവരം നിറഞ്ഞ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. 2024 പോയതുപോലെയാവരുത് 2025. കുറച്ചും കൂടി അഭിഷേകത്തോടുകൂടെ ആവേശത്തോടുകൂടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള കൃപാവരം. എവിടെയാ മാറ്റം വരേണ്ടത്? മറ്റെവിടെയല്ല മാറ്റം വരേണ്ടത്, എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഹൃദയത്തിലാണ്. വേറെ എവിടെയും ആർക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. നിന്റെ ജീവിത പങ്കാളിക്കും, നിന്റെ വികാരിയച്ഛനും, നിന്റെ മക്കൾക്കും, നിന്റെ മാതാപിതാക്കൾക്കും ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല.
പക്ഷെ ഒരു സ്ഥലത്ത് മാറ്റമുണ്ടായി. എവിടെയാ? എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ പ്രവർത്തികൾ. യേശു കണ്ടതുപോലെ കാണാൻ, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ 2025 യേശു ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൻ്റെ വർഷമാക്കി മാറ്റാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അടുത്തടുത്ത കുമ്പസാരം വില കൊടുക്കണം. മക്കളെ, തീരുമാനമെടുക്കണം. പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായൊരു ജീവിതം വില കൊടുക്കണം. എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കില്ല. കാരണം എന്താ? വിശുദ്ധ കുർബാന ഇതിനേക്കാൾ വലുതായി നമ്മുടെ കർത്താവ് യേശുമിശിഹായ്ക്ക് നമുക്ക് വേണ്ടി തരാൻ മറ്റൊന്നുമില്ല. 3, ദൈവവചനത്തിന് വില കൊടുക്കണം. ദൈവവചനത്തിന് വില കൊടുക്കണം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് അവിടെ ഹൃദയം മന്ദീഭവിച്ചു, കണ്ണുകൾ മൂടപ്പെട്ടു. എന്നാൽ ഹൃദയം മന്ദീഭവിച്ച ശിഷ്യന്മാരാ അവിടെ ഹൃദയം തുറക്കപ്പെടുന്ന എപ്പോഴാ? ജ്വലിക്കുന്ന എപ്പോഴാ? യേശു അവരോട് സംസാരിച്ചപ്പോൾ. ദൈവവചനം നാം വായിക്കുമ്പോൾ യേശു നമ്മോട് സംസാരിക്കുക. അപ്പോസ്തലന്മാരുടെ, പ്രവാചകന്മാരുടെ ദൈവം സംസാരിച്ചതല്ലേ ദൈവവചനം. അവിടെ കണ്ണുകൾ മൂടപ്പെട്ടു. ഈ മൂടപ്പെട്ട കണ്ണുകൾ തുറക്കപ്പെട്ടത് എപ്പോഴാ? യേശു അപ്പം മുറിച്ചപ്പോഴാ. അതാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയുണ്ടല്ലോ നമ്മുടെ ശക്തി കേന്ദ്രമായി തീരണം. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. വചനം വായിച്ചോ, നമ്മുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും. 2025 പ്രാർത്ഥിച്ചോ മക്കളെ, യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ ശക്തി സംഭരിക്കുവിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ സ്ഥിരതയോടുകൂടെ നിൽക്കുവിൻ. അടിമത്തത്തിന്, നുകത്തിന് നിങ്ങൾ വിധേയരാവരുത്. കർത്താവേ, 2025 കൃപയുടെ വർഷമാക്കി മാറ്റിത്തരണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ.